മലയാള സിനിമയിലെ എക്കാലത്തെയും ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടൊരു കഥയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മലയാള സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോലി എടുക്കുമ്പോൾ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരു വലിയ സിനിമ നടക്കുകയാണ്, വളരെ വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ. അതിൽ നമ്മൾ നായകനായിട്ടുള്ള ഈ സൂപ്പർ സ്റ്റാറിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുള്ള കുറേ സീനുകളുണ്ട്. പല ദിവസം അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം രാവിലെ വരുന്നു, അദ്ദേഹം വിലങ്ങ് അണിയുന്നു. അപ്പോൾ വിലങ്ങ് ഒരു ഒറിജിനൽ വിലങ്ങ് തന്നെയാണ്. അത് ഒരു ആർട്ടിലെ ഒരു അസിസ്റ്റൻ്റ് വന്നിട്ട് അത് ലോക്ക് ചെയ്യും. ഒരു കീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വിലങ്ങ് പൂട്ടും. പൂട്ടിയതിന് ശേഷം അത് ഉച്ചയ്ക്ക് ഈ സൂപ്പർ സ്റ്റാർ അദ്ദേഹം ചെന്നൈയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഷൂട്ടിംഗ് നടക്കുമ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരവസ്ഥ തന്നെയും വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി പോകുമ്പോൾ ആ വിലങ്ങ് തുറന്നു കൊടുക്കും. അദ്ദേഹം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് വീണ്ടും ബാക്കി ഷൂട്ടിങ്ങിന് ഈ വിലങ്ങ് അണിഞ്ഞിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുക. പക്ഷെ ഒരു ദിവസം വിലങ്ങണിഞ്ഞ് ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിയതിന് ശേഷം ഈ വിലങ്ങിൻ്റെ കീ കൈവശമുള്ള ആർട്ടിലെ ഒരു അസോസിയേറ്റ് അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ മറ്റൊരു ആവശ്യത്തിന് ആയിട്ട് ആർട്ട് ഡയറക്ടർ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം മറന്നിട്ട് ഈ കീ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അദ്ദേഹം പോയിരിക്കുന്നത് വളരെ ദൂരത്തേക്കാണ്. ഷൂട്ടിങ് ഉച്ചയ്ക്ക് ബ്രേക്കായി ഭക്ഷണം കഴിക്കാനായിട്ട് നടന്മാരും ടെക്നീഷ്യന്മാരൊക്കെ പിരിയുകയാണ്. അപ്പോഴാണ് നമ്മളുടെ നായകൻ്റെ കയ്യിലുള്ള വിലങ്ങ് അഴിക്കാനായിട്ട് ആർട്ടിലെ അസോസിയേറ്റിനെ അന്വേഷിക്കുന്നത്. അദ്ദേഹം അവിടെ സ്ഥലത്തില്ല. എന്ത് ചെയ്യുമെന്നറിയില്ല. എല്ലാവർക്കും ഭയങ്കര പേടിയായി. സംവിധായകനടക്കം എല്ലാവരും നെട്ടോട്ടം വിടുകയാണ്. ഇത്രയും വലിയൊരു സ്റ്റാറാണ്, വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകേണ്ടതാണ്. വിലങ്ങ് അണിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കുന്നത്? ഈ ആർട്ടിലെ ആളുകൾ അന്ന് ഈ മൊബൈൽ ഫോണും സംവിധാനങ്ങളോ ഒന്നുമില്ല, ഒന്ന് വിളിച്ച് തിരിച്ചു പറയാനോ ഒന്നുമില്ലാത്തൊരു കാലം. അങ്ങനെ ഈ സൂപ്പർ സ്റ്റാർ പറയാണ്, സാരമില്ല, ഞാൻ വീട്ടിലേക്ക് പോവാം, എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഈ ആർട്ടിലെ അസിസ്റ്റൻ്റ് അസോസിയേറ്റ് ആയിട്ടുള്ള ആൾ, കീ കൈവശമുള്ള ആൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സെറ്റിൽ എല്ലാവരും അദ്ദേഹത്തിനോട് കയർത്തു, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഈ സ്റ്റാർ വിലങ്ങണിഞ്ഞിട്ടാണ് വീട്ടിൽ പോയി, ഇനി തിരിച്ചു വരുമ്പോൾ നിൻ്റെ പണി ഉണ്ടാവുമോ ഇല്ലേ എന്നറിയില്ല, അത്രയ്ക്ക് ദേഷ്യത്തിലാണ് പുള്ളി പോയതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഈ സ്റ്റാർ ഇതേ വിലങ്ങണിഞ്ഞിട്ട് തിരിച്ചു വരും. അദ്ദേഹം വന്നപ്പോൾ ഉടൻ സെറ്റിലെ ആളുകൾ പറഞ്ഞു, ഇയാളാണ് ഈ പണി ഒപ്പിച്ചത്, ഇവൻ്റെ കയ്യിലായിരുന്നു താക്കോല്, ഇവൻ ഇതുകൊണ്ട് പോവുകയാണ് ചെയ്തത്, അതുകൊണ്ടാണ് സാർ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർ ഒരു ചെറു പുഞ്ചിരിയോടെ ആ ആർട്ടിലെ പയ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സംഗതി നീ ചെയ്തത് ഒരു വലിയ ചതിയാണെങ്കിലും അതുകൊണ്ടൊരു വലിയ ഗുണമുണ്ടായി. ഞാനിന്ന് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഭാര്യ എനിക്ക് ചോറ് വാരി തന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിലങ്ങണിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ചോറുണ്ടാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അന്ന് ചോറ് വാരി കൊടുത്തത്. അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുകയും എല്ലാവരും ആ സെറ്റ് പെട്ടെന്ന് ഒരു തണുത്ത് ശാന്തതയിലെത്തുകയും ഈ ആർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ആ ജോലി രക്ഷപ്പെടുകയും ചെയ്യാണ്. ഇത് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ ആർട്ട് അസിസ്റ്റൻ്റ്, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല പ്രായമുള്ള 60 വയസ്സൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹം സിനിമകളിൽ ജോലി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകൾ പങ്കുവെക്കുന്നതിനിടയില്ല. ആരാണ് ഈ സൂപ്പർ സ്റ്റാർ? അത് മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പ്രേം നസീറാണ്. ഇതേ പ്രേം നസീറിൻ്റെ മകൾ ലൈല റഷീദ്. ലൈലയുടെ പേരിലാണ് പ്രേം നസീറിൻ്റെ വീട് തന്നെ, ലൈല കോട്ടേജ് എന്ന പേര്. ഈ ലൈല റഷീദ് തൻ്റെ ഡാഡിയെക്കുറിച്ച് പി സാക്കിർ ഹുസൈൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റായിട്ട് നടത്തിയിട്ടുള്ള ഒരു ദീർഘമായ സംഭാഷണമാണ് ഇന്ന് ഞാൻ പറയുന്ന ഇതിലേ പോയത് വസന്തം എന്ന ഈ പുസ്തകത്തിൻ്റെ ആധാരം. സത്യത്തിൽ ഇത് ഒരു മകളുടെ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ല, ഇത് സത്യത്തിൽ മലയാള സിനിമയുടെ ചരിത്രം കൂടിയാണ്. എങ്ങനെയാണ് മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ചെറിയ വ്യവസായം, ഒരു ചെറിയ സിനിമ ഇൻഡസ്ട്രി പ്രേം നസീർ എന്ന് പറയുന്ന ഒരു മനുഷ്യനിലൂടെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഇന്ന് നമ്മൾ ഈ കാണുന്ന അവസ്ഥയിലെത്തുന്നതിന് കാരണമായതെന്ന് കൂടി ഈ ഒരു പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത പോലെയുള്ള ജീവിതങ്ങളാണ് പണ്ടത്തെ നടന്മാർ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ഈ 2023 നമ്മൾ നടന്മാരെക്കുറിച്ചും അവരുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചും ലഹരി ഉപയോഗത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചൊക്കെ നിറയെ പരാതികൾ കേൾക്കുന്നൊരു സമയമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ
തകർത്താടിയിരുന്ന സൂപ്പർ സ്റ്റാറുകളുടെ ലളിത ജീവിതവും അവരുടെ വിനയവും അവരുടെ ഏറ്റവും നല്ല മാതൃകകളും ഈ ഒരു പുസ്തകം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു നടനാവാൻ വളരെ ആഗ്രഹമുള്ള, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായി കൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഈ അബ്ദുൾ ഖാദർ എന്ന് പറഞ്ഞ് പിന്നീട് പ്രേം നസീറായ മനുഷ്യൻ. എന്നാൽ 18 വയസ്സിൽ അദ്ദേഹത്തിന് വിവാഹം ചെയ്യേണ്ടി വരിക. ഇതേ ലൈലയുടെ അമ്മയെ 18 വയസ്സിൽ വിവാഹം ചെയ്യുമ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം തനിക്ക് എടുത്തു വെക്കണോ അല്ലെങ്കിൽ തൻ്റെ മകന് നൽകണോ എന്നൊക്കെ അവരുടെ പിതാവ് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ 18 വയസ്സിൽ വിവാഹിതനാവാണ്. പക്ഷേ ആ 18 വയസ്സിലും നസീർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനകാലത്തെ ഒരു രസകരമായിട്ടുള്ള അനുഭവം ഈ മകൾ ഇതിൽ പങ്കുവെക്കുന്നുണ്ട്. സഹജീവികളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും സഹതാപവും ഒക്കെയാണ് ഈ പ്രേം നസീർ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യനെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. സത്യത്തിൽ എ ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ബി എ ഹ്യൂമൻ ബീയിങ് ഫസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായിരുന്നു പ്രേം നസീർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പഠനകാലം, വിവാഹത്തിന് ശേഷവും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ 100-300 ആളുകൾ താമസിക്കുന്നുണ്ട്. ആ ഹോസ്റ്റലിൽ മെസ്സ് നടത്തിപ്പ് വിദ്യാർത്ഥികൾക്കാണ്. നിങ്ങളിൽ പലരും അങ്ങനെ പഠനകാലത്ത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി പഠനകാലത്ത് മെസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നസീറിൻ്റെ കാലത്ത് ഈ മെസ് സെക്രട്ടറിയുടെ പേര് ഭക്ഷണ മന്ത്രി എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ ഭക്ഷണ മന്ത്രിയായ നസീറാണ് ഈ മെസ്സിലെ എല്ലാ കണക്കുകളും നോക്കുന്നത്. അപ്പോൾ എല്ലാവരും രസകരമായ സംഭവം ഇതിൽ വിവരിച്ചിട്ടുള്ളത്, ഈ മെസ്സ് നടത്തിയിരുന്ന തോമാച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ട് ചില തിരിമറികളൊക്കെ നടത്താറുണ്ട് കണക്കിലൊക്കെ. അങ്ങനെ ഒരു 60 രൂപയുടെ, അക്കാലത്ത് 60 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് വെച്ച് ഒരു 6000 രൂപയുടെയൊക്കെ മൂല്യമുള്ള കാലമാണ്. ആ ഒരു 60 രൂപയുടെ തിരിമറി ഈ തോമാച്ച നടത്തുകയും അത് നസീർ കണ്ടുപിടിക്കുകയും ചെയ്തു. അത് കണ്ടുപിടിച്ചതോടെ അദ്ദേഹത്തിന് ഭയങ്കര പേടിയായി. ഈ തോമാച്ചൻ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി. അങ്ങനെ പിറ്റേ ദിവസം നസീർ ഉറക്കമെണീക്കുന്നത് തോമാച്ചൻ്റെ വാതിലിലുള്ള ഈ മുട്ട് കേട്ടിട്ടാണ്. തോമാച്ചൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ തോമാച്ചൻ അവിടെ നിൽക്കുന്നുണ്ട്. തോമാച്ചൻ കരഞ്ഞുകൊണ്ട് പറയാണ്, സാറേ ഞാൻ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടിട്ടാണ് ഈ ഒരു 60 രൂപ അതിൽ നിന്ന് എടുത്ത് മാറ്റിയത്. ഇത് റിപ്പോർട്ട് ചെയ്യരുത്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകും, ഞാൻ എൻ്റെ കുടുംബ പട്ടിണിയിലാവും. അപ്പോൾ നസീറിന് അതിലൊന്നും ചെയ്യാനില്ല. നസീർ പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ എൻ്റെ കയ്യിൽ ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ ഈ 60 രൂപ തിരിച്ചടയ്ക്കണം. തിരിച്ചടച്ചാൽ മാത്രമാണ് ആ കണക്ക് ശരിയാവുന്നത്. പക്ഷേ അത് തിരിച്ചടയ്ക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലായിരുന്നില്ല തോമാച്ചൻ. അപ്പോൾ നസീർ ചെയ്യുന്നത് എന്താണെങ്കിൽ സ്വന്തം വിവാഹമോതിരം ഊരിയിട്ട് തോമാച്ചനോട് കൊടുത്തിട്ട് പറയാണ്, നിങ്ങളിത് കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ട് ആ പൈസ നിങ്ങൾ തിരിച്ചടയ്ക്കും. ഏത് മനുഷ്യനാണ് അങ്ങനെ ചെയ്യുക? സ്വന്തം വിവാഹമോതിരം ഊരി കൊടുത്തിട്ട് ഒരാളെ രക്ഷിക്കുകയാണ്. തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഈ പ്രേം നസീറിൻ്റെ ഭാര്യ ലൈലയുടെ ഉമ്മ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ വിവാഹമോതിരം ഇല്ല എന്ന് മനസ്സിലാക്കി. പക്ഷെ അവരത് ചോദിച്ചില്ല. കാരണം അവർക്കറിയാം അവരുടെ ഭർത്താവിനെക്കുറിച്ച്, അയാളുടെ മനുഷ്യത്വത്തെക്കുറിച്ച്, അയാൾക്ക് സഹജീവികളോടുള്ള സ്നേഹത്തിനെയും സഹാനുഭൂതിയെയും കുറിച്ച്. ഇതുപോലെ ഒട്ടേറെ രസകരമായ സംഭവങ്ങളുടെ ഒരു സമ്മേളനമാണ് ഈ പുസ്തകം. നസീർ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്നു. അദ്ദേഹം ചെറിയ റോളുകളിലൊക്കെ അഭിനയിച്ചതിന് ശേഷം ആദ്യമായി നായകനാകാൻ ചെല്ലുമ്പോൾ കുമാരി തങ്കം എന്ന് പറയുന്ന ഒരു നടിയുടെ ഒരു പഴയകാലത്തെ സ്റ്റുഡിയോകളുടെ ഒരു സെറ്റപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. KNK പ്രൊഡക്ഷൻസും ഉദയ സ്റ്റുഡിയോസും പിൽക്കാലത്ത് നവോദയ സ്റ്റുഡിയോസും ഒക്കെ വളരെ പ്രശസ്തമാണ്. അങ്ങനെ ഈ ഉദയ സ്റ്റുഡിയോകളുടെ സ്ഥാപകരിലൊരായ കുഞ്ചാക്കോയും കോശി എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യവസായിയും ചേർന്നിട്ടുള്ള KNK പ്രൊഡക്ഷൻ്റെ ഒരു സിനിമയിലാണ് ആദ്യമായി നസീർ നായകനാവുന്നത്. അതിൻ്റെ ഓഡീഷൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, റിഹേഴ്സൽ എന്നാണ് അക്കാലത്ത് വിളിച്ചിരുന്നത്. ഒരു ചെറിയ കുടിലിൽ, ഈ സ്റ്റുഡിയോയിൽ പെടുന്നൊരു കുടിലിൽ തിക്കുറിശി സുകുമാരൻ നായർ അങ്ങനെയുള്ള കുറേ നടന്മാർ, പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് ഈ ഒരു കുമാരി തങ്കവുമായിട്ടൊരു പ്രണയരംഗം അഭിനയിക്കാനായിട്ട് പെട്ടെന്ന് സ്ക്രിപ്റ്റൊന്നുമില്ല നസീറിനോട് ആവശ്യപ്പെട്ടത്ര. നസീർ വളരെ മനോഹരമായിട്ട് ഒരു അനർഘനിർഗളമായിട്ട് ആ പ്രണയരംഗം അഭിനയിച്ചു. നിത്യഹരിത നായകൻ എന്നാണ്. പ്രേം നസീറിനെ പോലെ പാട്ടുകളിൽ ഇത്രയും പ്രണയത്തോടെ പാടി അഭിനയിക്കുന്ന നായകന്മാർ കുറവാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള നായികമാർ പോലും പറയാറുള്ളത്. ഈ കുമാരി തങ്കത്തിൻ്റെ കൂടെയുള്ള ഈ അഭിനയം കണ്ട് ഉടൻ തന്നെ അവർ ആ പ്രേം നസീറിനെ ആ സിനിമയിൽ നായകനായി നിശ്ചയിക്കുകയാണ്.
നിശ്ചയിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് 5000 രൂപ പ്രതിഫലം നൽകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ പ്രേം നസീറിന് കിട്ടിയിരുന്ന പ്രതിഫലം 750 രൂപയൊക്കെയാണ്. അദ്ദേഹം ഞെട്ടിപ്പോയി. അപ്പോൾ അദ്ദേഹം ഒരു ആശ്ചര്യത്തോടെ 5000 രൂപയോ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ചാക്കോ വിചാരിച്ചത് ഇത് കുറവാണെന്ന് വിചാരിച്ചിട്ട് എന്നാൽ നിങ്ങൾക്ക് 7000 രൂപ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു 1000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടാണ്. അങ്ങനെയാണ് മലയാള സിനിമയുടെ ഏറ്റവും ആദ്യത്തെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പിറവി ഉണ്ടായത്. അപ്പോഴാണ് ഈ കാലത്ത് ഹിന്ദി സിനിമകളൊക്കെ വളരെ പ്രശസ്തമായിട്ടാണ് നടന്മാരും അവരുടെ ഗാനങ്ങളൊക്കെ പ്രശസ്തം. അതുകൊണ്ട് അബ്ദുൽ ഖാദർ എന്ന പേര് ഒരു നടന് ചേർന്നതല്ല എന്ന് തോന്നിയിട്ട് തിക്കുറിശിയാണ് പ്രേം നസീർ എന്നാക്കിയിട്ട് ഈ അബ്ദുൽ ഖാദറിനെ വീണ്ടും ഒരു നാമകരണം ചെയ്തെടുക്കും. ഈ പുസ്തകത്തിൻ്റെ മുഖവുര എഴുതിയിട്ടുള്ള KS സേതുമാധവൻ എന്ന സംവിധായകൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിലും തമിഴിലും ഒട്ടേറെ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഈ സംവിധായകൻ തൻ്റെ 1-2 സിനിമകൾ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് തമിഴിലെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി നസീറിനെ സമീപിക്കുകയാണ് അവരുടെ ഒരു വലിയ സിനിമ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യാനായിട്ട്. നസീറിന് വലിയൊരു സ്റ്റാർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സംവിധായകനെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എന്ന് ഈ തമിഴ് പ്രൊഡക്ഷൻ കമ്പനി അവർക്ക് ഒരു അവസരം നൽകുകയാണ്. അപ്പോൾ നസീർ തിരഞ്ഞെടുക്കുന്നത് KS സേതുമാധവനെയാണ്. എന്നാൽ KS സേതുമാധവൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത 2 സിനിമകളും മൊഴിമാറ്റ സിനിമകളായിരുന്നു. അപ്പോൾ മൂന്നാമതൊരു സിനിമയും മൊഴിമാറ്റ സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഈ നസീറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് കണ്ണും കരളും എന്ന് പറയുന്ന ഒരു മലയാള സിനിമ, ഒരു ഒറിജിനൽ സിനിമ ചെയ്യാനായിട്ട് നസീർ വഴിക്ക് KS സേതുമാധവൻ ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ വിശ്വസിപ്പിച്ചു, അവരെ കൊണ്ട് തയ്യാറാക്കി. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നം പറ്റി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ഗാനങ്ങളോ സംഘടനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ വ്യത്യസ്തമായിട്ടിരുന്നു. അങ്ങനെ ഒരു സിനിമയിൽ പ്രേം നസീറിനെ നായകനാക്കാനായിട്ട് ആ പ്രൊഡക്ഷൻ കമ്പനി തയ്യാറായിരുന്നില്ല. അങ്ങനെ മറ്റൊരാളെയാണ് അവർ നായകനായിട്ട് നിശ്ചയിച്ചത്. അപ്പോൾ KS സേതുമാധവൻ പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത് തന്നെ പ്രേം നസീർ വഴിക്കാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നൊരു പ്രോജക്റ്റാണ് അദ്ദേഹം എനിക്ക് നൽകുന്നത്. പക്ഷേ എനിക്ക് നൽകിയപ്പോൾ എൻ്റെ സിനിമയിലെ നായകൻ അദ്ദേഹമല്ല, മറ്റൊരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നോട് വിരോധമുണ്ടാകുമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിനുശേഷവും അവരൊരുമിച്ച് പ്രവർത്തിക്കുകയും അടുത്ത സുഹൃത്തുക്കളായി തന്നെ തുടരുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഒരു സിനിമയുടെ, അത് അഗ്നിമൃഗം എന്ന് പറയുന്ന മറ്റൊരു സിനിമയുടെ റീമേക്ക് ചെയ്യുമ്പോഴും ഏതോ ഒരു സിനിമയുടെ സെറ്റിൽ അവർ ഷൂട്ടിന് ചെല്ലുമ്പോഴുണ്ടാകുന്നത് അതിരപ്പള്ളി വാഴച്ചാല് ഭാഗങ്ങളിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. വാഴച്ചാല് നിങ്ങൾക്കറിയാം, അതിരപ്പള്ളി മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലം. അപ്പോൾ അവിടെ ആ ലൊക്കേഷനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ നമുക്ക് തിരിച്ച് TB ടൂറിസ്റ്റ് ബംഗ്ലാവുകളിലാണ് താമസിക്കുന്നത്, ഇത് താമസിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ നസീർ പറഞ്ഞത് നമുക്ക് ആ ചെറിയ ഒരു മുറിയുണ്ടല്ലോ അവിടെ താമസിക്കും. ഏതാണ് ആ മുറിയെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ അതൊരു വാച്ച്മാൻ്റെ ഒരു ചെറിയ കോട്ടേജ് ആയിരുന്നു, അയാൾക്ക് വിശ്രമിക്കാനുള്ള. ആ ഒരു മുറിയിലാണ് അന്ന് ഈ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നസീറും സംവിധായകനും നിർമ്മാതാവുമൊക്കെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചപ്പോൾ നസീറിൻ്റെ ഒരു സ്ഥിരം ശൈലിയുണ്ട്, അസേ. അത് അവിടെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ടുറങ്ങാമല്ലോ. ഈ KS സേതുമാധവൻ്റെ ആദ്യ ചിത്രത്തിലും അഭിനയിക്കുന്നത് പ്രേം നസീർ തന്നെയാണ്. അപ്പോൾ ഒരു പുതിയ സംവിധായകൻ്റെ എല്ലാ അമ്പരപ്പോടും കൂടിയിട്ടാണ് ഈ KS സേതുമാധവൻ നസീറിൻ്റെ അടുത്തെത്തുന്നത്. നസീർ അന്ന് വലിയ താരമാണ്, ഒപ്പം തെക്കുറിച്ചിയുണ്ട്. അങ്ങനെ സിനിമയുടെ ആദ്യ ദിനത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് KS സേതുമാധവൻ തൻ്റെ എല്ലാ പ്രതീക്ഷകളും എല്ലാ ടെൻഷനുമൊക്കെ ആയിട്ട് സെറ്റിലേക്ക് ചെല്ലുന്ന ഒരു സംഭവം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര രസകരമായ ഒരു സംഗതിയുണ്ട്. ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ഷോട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് നായകനെ വിളിക്കാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്നത്, ഈ സംവിധായകനായ KS സേതുമാധവൻ കാണുന്നത് പ്രേം നസീറും തിക്കുറിശിയും കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് അതൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം അദ്ദേഹം ഒരു വളരെ പവിത്രമായൊരു സ്ഥലമായിട്ടാണ്, തൻ്റെ ആദ്യത്തെ സിനിമയാണ്, സിനിമയുടെ സെറ്റാണ്, അദ്ദേഹം ഒരു ശ്രീകോവിൽ പോലെ, ഒരു ദേവാലയം പോലെ ഒക്കെ കണ്ടിരുന്നൊരു സ്ഥലത്താണ് നിന്നിട്ട് 2 നടന്മാർ, അവർ വലിയ താരങ്ങളാണ്, അവർ വളരെ കാഷ്വലായി നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് പറയണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ ഈ സെറ്റിൽ സിഗരറ്റ് വലിക്കരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോയി വലിച്ചോളൂ, ഈ സെറ്റിനെ ഞാനൊരു പാവനമായ സ്ഥലമായിട്ടാണ് കാണുന്നത്.
പക്ഷെ അത് പറഞ്ഞാൽ ഒരുപക്ഷെ അത്രയും വലിയൊരു സ്റ്റാറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇക്കാലത്ത് ഇത്തരമൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റാർ അപ്പോൾ തന്നെ ആ സിനിമ നിർത്തിയിട്ട് അയാൾ ഗുഡ് ബൈ പറഞ്ഞു പോകും. പക്ഷെ സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് സേതുമാധവൻ നസീറിനോട് പോയി പറഞ്ഞു, സാർ ഇങ്ങനെ ഈ സെറ്റിൽ നിങ്ങൾ സിഗരറ്റ് വലിക്കരുത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം സംവിധായകൻ എന്ന നിലയിൽ, നിങ്ങൾ പുറത്തു പോയിട്ട് സിഗരറ്റ് വലിച്ചതിന് ശേഷം തിരിച്ചു വന്നാൽ മതി. അപ്പോൾ നസീർ ഈ സേതുമാധവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ നോട്ടത്തിൽ അയാൾ ഭയന്നു പോയിന്നവർ. പക്ഷെ അതിന് ശേഷം ചിരിച്ചുകൊണ്ട് നസീർ തിക്കുറിശിയോട് പറഞ്ഞു, അവിടെ അസേ എന്നുള്ള പറയും, അസേ ഇയാൾ പറയുന്നത് ശരിയാണ്, നമുക്ക് സിഗരറ്റ് വലിക്കേണ്ട എന്ന് പറഞ്ഞ അയാൾ അദ്ദേഹം ആ സിഗരറ്റ് കുറ്റി നിലത്തിട്ട് കുത്തിക്കെടുത്തിയിട്ട് അഭിനയിക്കാനായിട്ട് ചെല്ലുക. ഇതുപോലെ എത്രയോ മനോഹരങ്ങളായിട്ടുള്ള ഓർമ്മകളുടെ ഒരു ഭണ്ഡാരമാണ് ഈ പുസ്തകം. ഒരിക്കൽ ഈ പണി തീരാത്ത വീടെന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ അഭിനയമൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ഷെഡ്യൂൾ നടക്കുമ്പോൾ അതേസമയം വയനാട്ടിൽ മറ്റൊരു സിനിമയുടെ സെറ്റിലാണ് പ്രേം നസീർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര. ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാറെ, അവിടെ ഷൂട്ടിംഗ് തലേ ദിവസം വരെ വയനാട്ടിൽ ഷൂട്ടുണ്ട്. അവിടെ നിന്ന് ഒരിക്കലും പ്രേം നസീർ പിറ്റേ ദിവസം തങ്ങളുടെ സെറ്റിലെത്തില്ല എന്നാണ് ഈ സംവിധായകനും കൂട്ടുകാരും മൊത്തം ക്രൂ വിശ്വസിച്ചത്. പക്ഷേ ഒരു വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം അവിടെ നിന്ന് ഒരു ചരക്ക് ലോറിയിൽ കയറിയിട്ടാണ് ഈ സെറ്റിലേക്ക് കൃത്യം രാവിലെ 6 മണിക്ക് ഹാജരാവുന്നത്. അങ്ങനെ സിനിമ ആരംഭിച്ചു. സിനിമയിലെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറങ്ങിയിട്ട് പോലുമില്ല രാത്രി. ഒരു ചെറിയ ബ്രേക്ക് വന്നപ്പോൾ പ്രേം നസീറിനെ അന്വേഷിക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം ഒരു സ്ഥലത്ത്, ഒരു നിലത്തൊരു സ്ഥലത്ത് ഒരു ചെറിയ തോർത്ത് വിരിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ അയ്യോ ഒരു സ്റ്റാറാണല്ലോ സാർ, നമുക്ക് ഹോട്ടലിൽ പോയി കിടന്നുറങ്ങാണ്. വേണ്ട, ഇവിടെയാണ് സുഖം, ഈ കടപ്പക്കല്ലിൽ കിടക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് എന്നാണ് നസീർ പറഞ്ഞത്ര. അത്ര ലാളിത്യമുള്ളൊരു മനുഷ്യനായിട്ടാണ് ലൈല തൻ്റെ അച്ഛനെ ഡാഡി എന്ന് വിളിക്കുന്ന ഈ പ്രേം നസീറിനെ ഓർമ്മിക്കുന്നത്. ഇതുപോലെ എത്രയോ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഇതിൽ വരും. പ്രേം നസീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ കുറേ വടക്കൻ പാട്ട് സിനിമകളുണ്ട്. വടക്കൻ പാട്ടിലെ ആരോമലായിട്ടും എത്രയോ കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനെ കുറിച്ചിട്ട് ഈ നവോദയയുടെ ഉദയയുടെയൊക്കെ സാരഥികൾ ഒട്ടേറെ പുകഴ്ത്തി പറയും. തൻ്റെ നിർമ്മാതാക്കളായിരുന്ന കുഞ്ചാക്കോയെയും മേരിലാൻഡ് സുബ്രഹ്മണ്യസ്വാമിയൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ഈ പ്രേം നസീർ. ഒരുപക്ഷെ ഈ ഉദയ KNKയുടെ സ്ഥിരം നടനായിരുന്ന പ്രേം നസീറിന് അദ്ദേഹം ഒരു സ്റ്റാറായപ്പോൾ മേരിലാൻഡിൽ നിന്ന് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഓഫർ കിട്ടി. പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. കാരണം ഇവരൊരു രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്, മേരിലാൻഡും KNK. പക്ഷേ ഈ ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കാനില്ല എന്ന് അവരോട് പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഈ KNK എന്ന് പറയുന്ന കമ്പനി പിളരുകയും അപ്പോഴാണ് ആദ്യമായിട്ട് നസീർ മേരിലാൻഡിൻ്റെ സിനിമയിൽ അഭിനയിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അത്ര എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരു നടനായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു നസീർ. ഈ വടക്കൻ പാട്ട് സിനിമകളുടെ, ഈ നവോദയയുടെ വടക്കൻ പാട്ട് സിനിമകളുടെ തുടക്കകാലം തൊട്ടിട്ട് നസീർ അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി. അപ്പം നസീർ മാത്രമല്ല, ഈ നവോദയ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഈ വടക്കൻ പാട്ട് സിനിമകൾക്ക് വേണ്ടി അഭിനയിക്കാനായിട്ട് അത്രയും കാലം ഒരു പ്രണയനായകനായി മാത്രം വിലസിയിരുന്ന, നിത്യഹരിത യൗവനം കാത്തു സൂക്ഷിച്ചിരുന്ന പ്രേം നസീർ വളരെ റിസ്കി ആയിട്ടുള്ള ഫൈറ്റുകൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. വളരെ റിസ്കി ആയിട്ടുള്ള ഫൈറ്റുകൾ. അക്കാലത്ത് ഇത്രയുമുള്ള ഫൈറ്റിനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലമാണ്. അന്ന് ഈ കടത്തനാട്ട് മാക്കമാണ് ആദ്യമായിട്ട് ഈ നവോദയ ചെയ്യുന്ന ഒരു വടക്കൻ പാട്ട് സിനിമ. കടത്തനാട്ട് മാക്കത്തിന് ശേഷം രണ്ടാമത്തെ സിനിമ, വടക്കൻ പാട്ട് സീരീസിൽ തന്നെ രണ്ടാമത്തെ സിനിമ അവർ ചെയ്യാൻ തീരുമ്പോൾ നവോദയ അപ്പച്ചൻ്റെ മകനായ ജിജോ, ടെക്നോളജി അത്രയധികം സ്നേഹിച്ച ജിജോ അതൊരു സിനിമാസ്കോപ്പ് സിനിമയായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിനിമാസ്കോപ്പ് സിനിമയെക്കുറിച്ച് ആ സമയത്ത് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, കേരളത്തിലൊരു 25 തിയേറ്ററിന് പോലും സിനിമാസ്കോപ്പ് സിനിമ കാണിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായിരുന്നില്ല. അക്കാലത്താണ് ജിജോ തങ്ങളുടെ തച്ചോളി അമ്പു എന്ന് പറയുന്ന സിനിമാസ്കോപ്പിൽ ചെയ്യാമെന്ന് തീരുമാനിക്കും. പക്ഷെ അതേ സമയത്ത് തന്നെ ഹരി പോത്തൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ആ പ്രൊഡ്യൂസർ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറയുന്ന ഒരു സിനിമയും ഈ സിനിമാസ്കോപ്പിൽ ചെയ്യാൻ തീരുമാനിക്കും.
അപ്പോൾ അതിലും അവർ നായകനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് പ്രേം നസീറിനെ തന്നെ. പക്ഷേ ഈ രണ്ട് സിനിമകളും ആദ്യമായിട്ട് മലയാളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരേപോലെയുള്ള ഒരേ ടെക്നോളജി രണ്ട് സിനിമകളിലും നസീർ നായകനാകുന്നത് ശരിയല്ല എന്ന് അതിലൊരു മത്സരം ഉള്ളതുകൊണ്ട് നസീറിനോട് നമ്മളുടെ നവോദയ അപ്പച്ചൻ ആ സിനിമയിൽ ഞങ്ങളുടെ സിനിമയിൽ അഭിനയിക്കണം, അലാവുദ്ദീനിൽ അഭിനയിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ഒന്ന് ശങ്കിച്ചെങ്കിലും എത്രയോ കാലത്തെ ഈ ഉദയയും നവോദയം എന്നൊക്കെ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ സിനിമ ഉപേക്ഷിക്കുകയാണ്. അതിൽ പിന്നെ കമലഹാസനാണ് ഹരിപോത്തൻ്റെ അലാവുദ്ദീനും അത്ഭുത വിളക്കിലും അഭിനയിക്കുന്നത്. പ്രേം നസീർ തച്ചോളി അമ്പുവിനായിട്ട് യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസർ പ്രേം നസീറിന് 2 സിനിമയുടെ പൈസ വാഗ്ദാനം ചെയ്യുകയാണ്. അതാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. 2 സിനിമ, ഒരു സിനിമ ഉപേക്ഷിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം ആ സൗഹൃദത്തിൻ്റെ പേരിൽ ഒരൊറ്റ സിനിമയുടെ പ്രതിഫലം തന്നെ വാങ്ങിയിട്ടുള്ളൂ. മനോഹരമായിട്ടുള്ള കടത്തനാടൻ സിനിമകൾ, വടക്കൻ പാട്ട് സിനിമകളിൽ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കടത്തനാടൻ സിനിമ എന്ന് പറയുന്നത് കടത്തനാടൻ അമ്പാടി എന്ന് പറയുന്ന സിനിമ സാജൻ നിർമ്മിച്ച് ആ ചില സാമ്പത്തിക പ്രതിസന്ധികൾ കൂടി ആ സിനിമ വളരെ കാലം നീണ്ടുപോയിട്ട് നസീറിൻ്റെ മരണശേഷമാണ് ആ സിനിമ കേരളത്തിൽ റിലീസാവും. ഇതിൽ വളരെ രസകരമല്ല, തച്ചോളി അമ്പൂമൊക്കെയായി ബന്ധപ്പെട്ട് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തത് ശിവാജി ഗണേശൻ, തമിഴിലെ സ്റ്റാറായിരുന്നു. തമിഴിലും നസീർ കുറേയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവിടെയും തന്നെ വളരെ സ്റ്റാർഡം ഉണ്ടായിരുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും അത് തമിഴിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയവും അവിടെ സിനിമാ രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും വലിയ കേസുകളിൽ പെട്ടുപോവുകയും ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായും അതടയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് മദ്രാസിൽ വീട് വെക്കേണ്ടി വരികയും അദ്ദേഹത്തിന് വാൻഗാർഡ് കാറ് വെക്കേണ്ടി വരികയൊക്കെ ചെയ്തതായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നു. പക്ഷെ തമിഴിലെ ശിവാജി ഗണേശൻ്റെ ഒരു ഡെഡിക്കേഷനും ഈ സിനിമയിൽ ഈ പുസ്തകത്തിലൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. കാരണം ഈ തച്ചോളി അമ്പുവിൻ്റെ ആ ഷൂട്ടിംഗ് സമയത്ത് ഉമ്മറും ശിവാജി ഗണേശനും തമ്മിലുള്ളൊരു വാൾപ്പയറ്റ് രംഗത്ത് വീണ് ശിവാജി ഗണേശൻ്റെ കൈയൊടിയുകയാണ്. അതോടുകൂടി തന്നെ ശിവാജി ഗണേശന് ചെന്നൈയിലേക്ക് തിരിച്ചു പോകുന്നു. ശിവാജി ഗണേശൻ തമിഴിലെ ഏറ്റവും വലിയ സ്റ്റാറുകളുള്ള ഒരാളാണ്. ഉമ്മറിൻ്റെ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ വീട്ടിലേക്ക് ആളുകൾ മാർച്ച് നടത്തുകയും കല്ലെറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. അങ്ങനെ എന്നാൽ ശിവാജി ഗണേശൻ ആശുപത്രി വിട്ടതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം വീണ്ടും സെറ്റിലേക്ക് തിരിച്ചു വരികയാണ് തൻ്റെ ബാക്കി റോള്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു അക്കാലത്തെ നടന്മാർ. അത്രയും ബന്ധവും വൈകാരിക ബന്ധവും ആത്മബന്ധവും ഉള്ളവരായിരുന്നു അക്കാലത്തെ സ്റ്റാറുകളെന്ന് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് അതിലേറെ ഉപരി അവർ യഥാർത്ഥ മനുഷ്യരായിരുന്നു. മറ്റൊരു വലിയ ഭാഗം ഈ പുസ്തകത്തിലുള്ളത് പ്രേം നസീറും MTയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. MT വാസുദേവൻ നായരുടെ ഏറ്റവും രസകരമായിട്ടുള്ള എഴുത്തുകളിലൊന്നാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. ആ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് പ്രേം നസീറിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അക്കാലത്ത് പ്രണയനായകനും മറ്റ് ആക്ഷൻ സിനിമകളൊക്കെ ചെയ്ത് നടന്നിരുന്ന പ്രേം നസീറിനെ സത്യത്തിൽ ഇരുട്ടിൻ്റെ ആത്മാവിനെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് MTക്ക് വലിയ ഒരു മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. MTയുടെ പ്രിയ നടൻ സത്യനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ MT എഴുതുകയാണ് ചെന്നൈയിലേക്ക്. ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് സമയത്ത് MT എത്തുന്നു. പ്രേം നസീർ MTയെ കാണാനായിട്ട് ചെന്നൊരു സംഭവം ഈ പുസ്തകത്തിൽ ലൈല റഷീദ് അദ്ദേഹത്തിൻ്റെ മകൾ വിവരിക്കുന്നുണ്ട്. MTയെ കാണാൻ ചെല്ലുന്നു. MTയുടെ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. പ്രേം നസീർ താഴെ എത്തിയിട്ട് MTയെ ഒരു റൂം ബോയോട് പറഞ്ഞു വിടുന്നു, നസീർ വന്നിട്ടുണ്ട്, ഒന്ന് താഴേക്ക് വരാൻ പറയുമോ എന്ന്. ഇപ്പോൾ MTയെ പോലൊരു ക്ഷുഭിത യൗവനം അക്കാലത്ത് MTക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പുസ്തകം. അദ്ദേഹം ഞാൻ അങ്ങോട്ട് പോയി കാണണോ എന്നുള്ള പോലെ കാണേണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എന്നാൽ കണ്ടേക്കാം എന്ന് വിചാരിച്ചൊരു ഷർട്ടിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് വാതിലൊരു മുട്ട് കേൾക്കുന്നത്. ആ വാതിലൊരു മുട്ട് കേൾക്കുമ്പോൾ തുറന്നു നോക്കിയപ്പോൾ പ്രേം നസീറാണ്. അദ്ദേഹം മുകളിലേക്ക് കയറി വന്നിരിക്കും. MT സ്വീകരിച്ചിരുത്തുന്നു. MTയോട് പ്രേം നസീർ പറയുന്നത്, സത്യത്തിൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിട്ടല്ല, പക്ഷെ ഞാനൊരു നടനാണ്, എന്നെ ആളുകൾ തിരിച്ചറിയും, അതുകൊണ്ട് ആളുകൾ കൂടും, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്നെ കാണാനായിട്ട് വരാം. MTയുടെ അതുവരെയുള്ള എല്ലാ ധാരണകളും തെറ്റിപ്പോവുകയാണ് ഈ മനുഷ്യനെ കുറിച്ചുള്ള. അതൊരു 1 മണിക്കൂർ നേരത്തേക്കുള്ളൊരു സംഭാഷണത്തിലേക്ക് നീണ്ടുപോയി എന്നാണ് പറയുന്നത്. അന്ന് അതിനുശേഷം വൈകുന്നേരം അവർ ഒരുമിച്ച് പോയി മദ്രാസിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ പിരിഞ്ഞു. ഈ ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം ഇരുട്ടിൻ്റെ ആത്മാവിൽ ഒരിക്കലും നസീർ അതുവരെ ചെയ്തിട്ടുള്ള
ഒരു കഥാപാത്രത്തെ പോലെ ഒരു പ്രണയനായകനോ ഒരു ആക്ഷൻ ഹീറോ ഒന്നുമല്ല. നസീറും ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ കാണിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ അഭിനയം പഠിക്കാനുള്ള ഒരു അതിയായ ആഗ്രഹമൊക്കെ വരുന്നൊരു രംഗം ഈ ഒരു സംഭവം. ഇത് ഭ്രാന്തൻ വേലായുധനായിട്ട്, ഇരുട്ടിൻ്റെ ആത്മാവിലെ നായകനായിട്ട് നസീറിനെ കാസ്റ്റ് ചെയ്തപ്പോൾ നസീർ ആദ്യം ചെയ്യുന്നത് പ്രഗത്ഭ സംവിധായകനും സിനിമോട്ടോഗ്രാഫറുമായിരുന്ന വിൻസെൻ്റ് മാസ്റ്ററെ കാണുകയാണ്. അദ്ദേഹം വിൻസെൻ്റ് മാസ്റ്ററെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇത്തരം ഒരു അഭിനയം എനിക്ക് വശമില്ല, ഇതുപോലെയുള്ള റോളുകളിൽ ഞാൻ അഭിനയിച്ചത്. അങ്ങനെ വിൻസെൻ്റ് മാസ്റ്റർ പ്രേം നസീറിന് ഒരു പുസ്തകം പറഞ്ഞു കൊടുക്കുന്നത്. സത്യത്തിൽ ഒരു പുസ്തകമല്ല, 8 വോള്യങ്ങളുള്ള ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയും. ആ പുസ്തകത്തിൽ ഓരോ മനുഷ്യൻ്റെയും ആ ഒരു സ്വഭാവ രീതികളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുകയും അതിൽ ഭ്രാന്തന്മാരെ കുറിച്ച് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എംബ്രിയോണിക് സ്റ്റേജ് എന്നാണ് അത് പറയുന്നത്. നമ്മൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നുണ്ടാവുക, പുറം ലോകത്തിനെ കുറിച്ച് ഒരു വേവലാതിയുമില്ലാതെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ചില ഭ്രാന്തന്മാർക്കും. ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ എങ്ങനെയാണ് ഒരു ഭ്രാന്തൻ പ്രവർത്തിക്കുന്നതും പെരുമാറുമെന്നതൊക്കെ ഉള്ളത് വിൻസെൻ്റ് മാസ്റ്റർ പ്രേം നസീറിനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. ഇതിൽ നിന്നാണ് സത്യത്തിൽ ഈ ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രേം നസീർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ ആളുകളെ ഇപ്പം മധുവിനെക്കുറിച്ച്, മധു ആദ്യമായി നടനാവുന്നതിനെക്കുറിച്ച്, മധുവുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഒട്ടേറെ കഥകൾ ഈ ഒരു പുസ്തകത്തിലുണ്ട്. തീവണ്ടി യാത്രകളിൽ മധുവിനെ കണ്ട് സംസാരിക്കാറുള്ളത്. ഒരു നാടകത്തിൻ്റെ ടിക്കറ്റ് വിൽക്കാൻ വന്നിട്ടാണ് മധുവിനെ ആദ്യമായിട്ട് നസീർ പരിചയപ്പെടുന്നത്. പിന്നീട് മധുവിൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്ന സിനിമ സത്യൻ മാഷ് അഭിനയിക്കാനായിട്ട് വിസമ്മതിച്ച ഒരു സിനിമയിൽ പെട്ടെന്നൊരു നടനെ വേണമെന്ന് പറയുമ്പോൾ പഴയ ഒരു ഓർമ്മയിൽ ആ ഒരു റോള് നസീറിൻ്റെ ആ ഒരു പ്രശസ്തമായ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറയുന്ന സിനിമയിൽ മരിച്ചു പോകുന്ന ഒരു പട്ടാളക്കാരൻ്റെ റോൾ അഭിനയിച്ചിട്ടാണ് മധു മലയാള സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്തു. മാധവൻ നായർ എന്നായിരുന്നു മധുവിൻ്റെ പേര്. ആ സിനിമയിൽ സത്യൻ മാഷ്ക്ക് വെച്ചിരുന്ന റോളാണ്. നസീറാണ് നായകൻ, മരിച്ചു പോകുന്ന കഥാപാത്രമാണ് പട്ടാളക്കാരൻ. സിനിമ വളരെ പ്രശസ്തമായി നന്നായി ഓടി. പ്രേം നസീറിൻ്റെ വളരെ മികച്ച സിനിമ. മധുവിനെയും ആളുകൾ ശ്രദ്ധിച്ചു. പക്ഷേ ഈ മധു എന്ന മാധവൻ നായർക്കൊരു സങ്കടം വന്നു. അദ്ദേഹം പരാതി പറഞ്ഞു, കാരണം എൻ്റെ പേരതിൽ കാണുന്നില്ല, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സംവിധായകൻ പറഞ്ഞു, നിങ്ങൾ ആ സിനിമയുടെ പ്രേം നസീർ എന്ന് എഴുതിയതിൻ്റെ താഴേക്കൊന്ന് നോക്കൂ, അവിടെ മധു എന്ന് എഴുതിയിട്ടുണ്ട്. മാധവൻ നായർ അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് സിനിമയിൽ മധു എന്നാക്കി മാറ്റിയത്. ആ മധുവാണ് പിൽക്കാലത്ത് മധു സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം നായകനാക്കി. ഉദയം പടിഞ്ഞാറ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നായകനാക്കിയത് ഇതേ പ്രേം നസീറിനെ തന്നെയാണ്. പ്രേം നസീറിൻ്റെ മരണശേഷം മധു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. കാരണം പ്രേം നസീർ ഒരു താരമാണ്. പ്രേം നസീറിൻ്റെ ഉള്ളിൽ വളരെ മികച്ചൊരു നടനുണ്ട്. പക്ഷേ അദ്ദേഹം അത് മൂടി വെച്ച് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് എന്താണ് വേണ്ടത് അത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ ജീവിതകാലം. ഇതുപോലെ തന്നെ അത്ര ആരാധനയോടെയാണ് ജയനും, അക്കാലത്ത് ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി ജയനും അദ്ദേഹത്തെ കുറിച്ച്. പ്രേം നസീറിൻ്റെ 500 സിനിമകൾ പൂർത്തിയാകുന്ന അവസരത്തിൽ ഫിലിംനാദം എന്ന് പറയുന്ന ഒരു മാസിക ഒരു പ്രത്യേക സ്മരണ പുറത്തിറക്കിയപ്പോൾ അതിൽ ജയൻ എഴുതിയൊരു കുറിപ്പുണ്ട്. ജയൻ്റെ മരണശേഷമാണ് അത് പുറത്തു വരുന്നത്. ആ കുറിപ്പിൽ ജയൻ പറയുന്നത്, പ്രേം നസീറാണ് ഏറ്റവും വലിയ താരം, ഞാൻ മരിച്ചു കഴിയുമ്പോഴും പ്രേം നസീർ തന്നെയായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ താരം. മരണക്കുറിച്ച് മുൻകൂട്ടി ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത്തരം അറിയിപ്പുകളോ വെളിപാടുകളോ കിട്ടാം. ജയൻ മരിച്ചതിന് ശേഷവും അപ്പോഴും പ്രേം നസീർ തന്നെയായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയത്. എത്രയോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. രാഷ്ട്രീയത്തിലും സിനിമകളിലും പല ബുദ്ധിമുട്ടുകളും നേരിട്ടപ്പോഴും അജഞ്ചലനായി നിന്നിട്ട് ഒരു പൂർണ്ണ ജീവിതം ജീവിച്ചു തീർത്തൊരു മനുഷ്യനാണ് പ്രേം നസീർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ സത്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു, ഈ ഒരു പുസ്തകത്തിന് ഇതിലും വലിയ ഏത് പേര് കൊടുക്കുമെന്ന് നമുക്കാലും. അത്ര മനോഹരമാണ് ഇതിലേ പോയത് വസന്തം എന്ന് പറയുന്ന ലൈല റഷീദ് എന്ന പ്രേം നസീറിൻ്റെ മകളുടെ ഓർമ്മകൾ.